ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രസ്കെ ക്ലാസ്സസ്. കേട്ടഡ് 3യുടെ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പ്രസ്കെ ലേണിംഗ് ആപ്പ് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് ആളുകളെ വിജയത്തിൻ്റെ സോപാനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞ ഒരു ലേണിംഗ് ആപ്പാണ്. അതിൻ്റെ ജൈത്ര തുടരുകയാണ്. പ്രസ്കെയിലിൻ്റെ ഈ വരാൻ പോകുന്ന കേട്ടഡ് പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങൾക്കും പ്രൊഫസർ ക്ലാസ്സുകൾ ഒരുക്കുന്നുണ്ട്. അതിൽ എല്ലാ വിഷയങ്ങളും, അതായത് കേട്ടഡ് 3ൽ ഫിസിക്സ്, കെമിസ്ട്രി, അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഹ്യൂമാനിറ്റീസ്, ഈ മേഖലകളിൽ പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് 30 മാർക്കിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 30 മാർക്സ് ആണ് ഇംഗ്ലീഷിന്. 30 മാർക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. 30 മാർക്സ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഷെയറാണത്, ഒരു ലയൻസ് ഷെയറാണ്. ഈ 30 മാർക്സിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് പ്രസ്കെയിൽ പുതിയ രീതിയിലൊരു കാര്യം ആവിഷ്കരിച്ചിരിക്കുന്നത്. നോക്കുക, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കുക. കേട്ടഡ് 3ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻഷൻ പാസേജ് ആണ്. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അതായത് 3 ഏരിയയാണ് ഇംഗ്ലീഷിലുള്ളത്. ഒന്ന് കോംപ്രിഹെൻഷൻ പാസേജ്, ലാംഗ്വേജ് എലമെൻറ്റ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. കോംപ്രിഹെൻഷൻ പാസേജ് ഉണ്ടായിരിക്കും, പിന്നെ ലാംഗ്വേജ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ. ഈ ഓരോ മേഖലയ്ക്കും 10 മാർക്ക് വീതമാണ്. ഈ 10 മാർക്കുകൾ, ഈ ഓരോ മേഖലയിൽ നിന്നും 10 മാർക്ക്, അങ്ങനെ 30 മാർക്കിൽ മാക്സിമം മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ എന്നതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് ഞങ്ങൾ നൽകുന്നത്. നോക്കുക, നിങ്ങൾ ഈ 10 മാർക്കിൽ, അതായത് ഇതാണ് ചോദ്യം. കോംപ്രിഹെൻഷൻ പാസേജ് എടുക്കുക. ഈ കോംപ്രിഹെൻഷൻ പാസേജ് 2 പാസേജസ്, ഡിസ്കർസീവ് ആൻഡ് ലിറ്റററി നറേറ്റീവ്, സയൻറ്റിഫിക് വർക്ക് വിത്ത് ക്വസ്റ്റ്യൻസ് ഓൺ ടെസ്റ്റിംഗ് ഓൺ കോംപ്രിഹെൻഷൻ. അതായത് ഈ കോംപ്രിഹെൻഷൻ എന്നുള്ള വാക്ക് എടുക്കുക. കോംപ്രിഹെൻഡ് എന്ന് പറയുന്ന വാക്ക് എന്ന് പറയുക ടു അണ്ടർസ്റ്റാൻഡ്, ടു മേക്ക് ഔട്ട് ആണ്. അതായത് വായിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷിയുണ്ടോ എന്ന് പരിശോധിക്കുന്ന ചോദ്യമാണ് കോംപ്രിഹെൻഷൻ പാസേജ്. It is designed to test your reading ability, understanding ability. നിങ്ങൾക്ക് വായിച്ച് ഗ്രഹിക്കാനുള്ള ശേഷിയുണ്ടോ എന്ന് പരിശോധിക്കുന്ന ചോദ്യമാണ് എന്ത് കോംപ്രിഹെൻഷൻ പാസേജ്. ഈ കോംപ്രിഹെൻഷൻ പാസേജിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതായത് നിങ്ങൾ 2 ടൈപ്പ് റീഡിംഗ് ആണുള്ളത്. ഒന്ന് സ്കിം റീഡിംഗ്, അതർ ഈസ് സ്കാനിങ്. സ്കിം എന്ന് പറഞ്ഞാൽ പെരിഫറൽ റീഡിംഗ് ആണ്. ഒരു പാസേജ്, 2 പാസേജസ് ഉണ്ടാവും. ഒരു പാസേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം, വാട്ട് ഈസ് ദിസ് പാസേജ് അബൌട്ട്, വാട്ട് ഈസ് ദ തീം ഓഫ് ദ പാസേജ്, what is subject matter, how the paragraphs are correlated, what is the point of view of the author, what is the author's point of view, what is the conclusion. ഇത് മനസ്സിലാക്കാനുള്ള റീഡിംഗ് ആണ് സ്കിം റീഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്, സ്കാനിങ്. അപ്പോൾ 2 ടൈപ്പ് റീഡിംഗ് ആണ്. അപ്പോൾ ഏത് തരത്തിലുള്ള പാസേജ് ആയാലും ശരി, നിങ്ങൾക്ക് വായിച്ച് ഗ്രഹിക്കാനുള്ള ശേഷിയുണ്ടോ എന്ന് പരിശോധിക്കുന്നതാണ്. അത് നിങ്ങൾ ചെയ്ത് തന്നെ ചെയ്യണം. ദിസ് ക്വസ്റ്റ്യൻ കനോട്ട് ബി ടോട്ട്. ഇത് പഠിപ്പിക്കാനാകില്ല. ഇത് നമ്മളെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ തരത്തിലുള്ള സ്ട്രാറ്റജിയിൽ വ്യത്യസ്തമായ മേഖലകളിലുള്ള ഏത് ഇഷ്യൂ ബേസ്ഡ് ആയിരിക്കും. ഒന്നുകിൽ അഗ്രികൾച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഇക്കോളജി ആയിരിക്കും, അല്ലെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി ആയിരിക്കും. അങ്ങനെ ഏത് മേഖല ചോദ്യങ്ങൾ വന്നാലും, ഇപ്പോൾ സയൻസ് കണ്ടില്ല നിങ്ങൾ, ലിറ്റററി ആയിരിക്കും, നറേറ്റീവ് ആയിരിക്കും, ഡിസ്കർസീവ് ആയിരിക്കും, അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിരിക്കും. അങ്ങനെ ഏത് ഇഷ്യൂ ബേസ്ഡ് ആയിരിക്കും, ഏതെങ്കിലും മേഖലയിൽ ഇരുന്ന പാസേജ് ആയിരിക്കും. ഈ പാസേജുകൾ ഞങ്ങൾ നൽകും, വ്യത്യസ്തമായ പാസേജുകൾ നൽകും. നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യിച്ച് ഞങ്ങൾ ചെയ്യിപ്പിക്കും. അതാണ് ഞങ്ങളെ ഒരു സ്റ്റൈൽ. ഇതാണ് 10 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണത്. അപ്പോൾ ഇതിൽ മാക്സിമം മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ കഴിയും. ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്. നിങ്ങൾക്കറിയാം, റീഡിംഗ് കോംപ്രിഹെൻഷനിൽ പാസേജുമായി സമയം പോകാറുണ്ട്. അങ്ങനെ സമയം പോകാതെ വളരെ ഫോക്കസ് ചെയ്ത് എങ്ങനെ വായിക്കണം, എവിടെയാണ് നിങ്ങളെ ഫോക്കസ് വേണ്ടത്. അപ്പോൾ എന്താണ് ഈ പാസേജിൻ്റെ പ്രാധാന്യം, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, ചോദ്യം എന്താണ്, ഉത്തരം എന്താണ്, ഓപ്ഷൻസ് തെറ്റാതെ ഉത്തരം കണ്ടെത്താനുള്ള ചില ടെക്നിക്സാണ് ഞങ്ങൾ ഈ ക്ലാസ് നൽകുന്നത്. അപ്പോൾ അത് 30 മാർക്കിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണിത്. അതിലൊരു ക്വസ്റ്റ്യനാണ് 10 മാർക്കിൻ്റെ റീഡിംഗ് കോംപ്രിഹെൻഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് എന്താണ്, അതായത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എലിമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ് ആണ്. ഫസ്റ്റ് വൺ ഈസ് ലാംഗ്വേജ്, അതായത് കോമ്പിനേഷൻ പാസേജ് ആണ്. എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ്, എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജിൽ വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രാമർ പാർട്ടാണ്.
ഇംഗ്ലീഷിലെ സ്ട്രക്ചറൽ പാർട്ടാണ്. ആ സ്ട്രക്ചറൽ പാർട്ടിൽ ഏറ്റവും പ്രധാനം വൊക്കാബുലറി ഐറ്റംസ് ആണ്. ആൻറ്റണിംസ്, സിനണിംസ്, ഫോറിൻ വേർഡ്സ്, വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്. ഉദാഹരണത്തിന് FAIR ഫെയർ, FARE ഫെയർ, COMPLIMENT കോംപ്ലിമെൻറ്റ്, COMPLEMENT കോംപ്ലിമെൻറ്റ്. ദേ ആർ കോൾഡ് ഹോമോണിംസ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയണം. വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്. FLIR ഫ്ലയർ, FLARE ഫ്ലയർ ഉണ്ടോ? ഈ വാക്കുകളൊക്കെ തമ്മിലുള്ള വ്യത്യാസം, അതാണ് വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്. പിന്നെ ആൻറ്റണിംസ്. ആൻറ്റണിംസ് നിങ്ങൾക്ക് വളരെ പോസിബിളായ വരാൻ സാധ്യതയുള്ള വേർഡ്സ്, ഫെമിലിയറായ വേർഡ്സ്, ഒരു ഗ്രാജുവേറ്റ് ലെവലിൽ കുട്ടി മനസ്സിലാക്കിയിരിക്കേണ്ട വേർഡ്സിൻ്റെ സിനണിംസും ആൻറ്റണിംസും. അതുപോലെ തന്നെ ഫോറിൻ വേർഡ്സ് നിങ്ങൾക്കറിയാം. മോഡസ് ഒപ്പറാൻഡി is a foreign word. Modus operandi means method of doing. Operandi. Prima facie as first sight ആണ്. ഇതെല്ലാം സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ്. സാധാരണ മാഗ്നം ഓപ്പസ്, ദ ബെസ്റ്റ് എക്സാമ്പിൾ. ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോറിൻ വേർഡ്സ് ആണ്. ഇങ്ങനെ നമ്മൾ സാധാരണ അമിക്കസ് ക്യൂറിയ, മുഡാൻഡീസ്, ഇതൊക്കെ സാധാരണ നമ്മൾ ഹഡ് ഹോക്ക്, ദീസ് ആർ ദ ഫോറിൻ വേർഡ്സ് ഓഫൺ യൂസ്ഡ്. അപ്പോൾ ഇത്തരം വാക്കുകൾ, ആവശ്യമുള്ള വാക്കുകൾ കൃത്യമായി അതിൻ്റെ സെലക്റ്റഡ് ആൻഡ് ഗ്രേഡഡ് വൊക്കാബുലറി വെച്ചിട്ട് നൽകുന്നതായിരിക്കും. അതുകൊണ്ട് ആ ലാംഗ്വേജ് എലമെൻസിൽ മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതാണ് വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്. പിന്നെ ഗ്രാമറിൽ സെൻറ്റൻസ് സ്ട്രക്ചർ, ഫ്രേസസ്, ക്ലോസസ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ് ഉണ്ട്. സിമ്പിൾ സെൻറ്റൻസ് കോംപ്ലക്സ് ആക്കാനും, അല്ലെങ്കിൽ ഒരു അസർട്ടീവ് സെൻറ്റൻസ് എക്സ്ക്ലമേറ്ററി ആക്കാനും, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് അസർട്ടീവ് ആക്കാനും, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ട്രാൻസ്ഫോർമേഷൻ ക്വസ്റ്റ്യൻസ്. അത് 10 മാർക്കാണ്. പ്രിപ്പസിഷൻസ്, കോൺകോഡ്, റിപ്പോർട്ടിങ്, പാസിവൈസേഷൻ, ഈ ഏരിയ മുഴുവൻ ഞങ്ങൾ വളരെ കൃത്യമായി നല്ല ഒന്നാം തരം ക്ലാസ്സുകൾ നൽകും. അത് വളരെ കൃത്യമായി നല്ല എക്സാമ്പിൾസ്, എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ്, പോസിബിൾ ആൻസേഴ്സ് ഉള്ള നല്ല ക്വസ്റ്റ്യൻസ് ഉള്ള ഒന്നാം തരം ക്ലാസ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ അതിൽ 10 മാർക്കിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. റൈറ്റ്? ഇതാണ് ലാംഗ്വേജ് എലമെൻസിലെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതാണ് കമ്മ്യൂണിക്കേറ്റീവ് ഫങ്ഷൻസ്. അതായത് 3 ഏരിയ ആണ്. ഒന്ന് കോംപ്രിഹെൻഷൻ, 2 എലമെൻറ്റ്സ്, ലാംഗ്വേജ് എലമെൻറ്റ്സ്, കോംപ്രിഹെൻഷൻ, ലാംഗ്വേജ് എലമെൻറ്റ്സ് മീൻസ് വൊക്കാബുലറി പ്ലസ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വൊക്കാബുലറി പ്ലസ് എലമെൻറ്റ്സ്, വൊക്കാബുലറി പ്ലസ് സ്ട്രക്ചറാണ്. മൂന്നാമത്തെ ഏരിയ ആണെന്ത്? കമ്മ്യൂണിക്കേറ്റീവ് ഫങ്ഷൻസ്. അതായത് കമ്മ്യൂണിക്കേറ്റീവ്ലി കോമ്പറ്റൻ്റ് ആയിരിക്കണം. ടു മീറ്റ് ദ ചാലഞ്ചസ് ഓഫ് ദിസ് സെഞ്ച്വറി എ ചൈൽഡ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റീവ്ലി കോമ്പിറ്റൻറ്റ്. ഒരു കുട്ടി കമ്മ്യൂണിക്കേറ്റീവ്ലി കോമ്പറ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ അധ്യാപകൻ എപ്പോഴും വേണം? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. ഏത് ഭാഷ പഠിപ്പിക്കുന്ന ആളെന്ന് വേണം? കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലെങ്കിൽ ഈ കനോട്ട് ബി എ ഗുഡ് ടീച്ചർ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ. ആസ്കിങ് ഫോർ സംതിങ്, സീക്കിംഗ് പെർമിഷൻ, ഡയലോഗ് റൈറ്റിംഗ്, കോൺട്രാക്റ്റഡ് ഫോംസ് ഉണ്ട്. ഐ വുഡ് ലൈക്ക് ഉണ്ടോ, വി വിൽ. പിന്നെ സ്പോക്കൺ റിട്ടൺ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കുറേ ഏരിയ. അതായത് എഗ്രീയിങ്, ഡിസഗ്രീയിങ്, കംപ്ലൈനിങ്, അഡ്വൈസിങ്, സജസ്റ്റിങ്, ഇത്തരത്തിലുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഡിസ്കോഴ്സസ്, അതിനെക്കുറിച്ചുള്ള ക്ലാസ്. അങ്ങനെ 3 ഏരിയയാണ് നമുക്ക് കേട്ടറ്റ് 3ക്ക് ജനറൽ ഇംഗ്ലീഷ് വരുന്നത്. റിമെമ്പർ, കേട്ടറ്റ് 3 എന്ന പരീക്ഷ എല്ലാ വിഷയക്കാർക്കും ഉള്ളതാണ്. ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസും ഹ്യൂമാനിറ്റീസ് സബ്ജക്ട്സും ലാംഗ്വേജിനൊക്കെ തന്നെ ഇത് വേണം. ഈ കേട്ടറ്റ് 3 പാസ്സാവണമെങ്കിൽ ജനറൽ ഇംഗ്ലീഷ് വേണം. ജനറൽ ഇംഗ്ലീഷിന് 3 ഏരിയയാണ്: കോംപ്രിഹെൻഷൻ, ലാംഗ്വേജ് എലമെൻറ്റ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. 10 മാർക്ക് വീതം 30 മാർക്കാണ്. ഈ 30 മാർക്കിൽ മാക്സിമം മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷ പാസ്സാവും. അതുകൊണ്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി 30 മാർക്ക് ഉള്ള ഇതിന് വേണ്ടി പ്രത്യേക ക്ലാസ് പ്രൊഫ്സ്കൈ ലേണിംഗ് ആപ്പ് തയ്യാറാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ക്ലാസ്സുകൾ സജ്ജമാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അടുത്ത് തന്നെ കേട്ടറ്റ് 3 പരീക്ഷ പാസ്സാവണം. ഇപ്പം ബി എഡ് പരീക്ഷ ചെയ്യുന്ന ആളുകൾ, ബി എഡ് കോഴ്സ് ചെയ്യുന്ന ആളുകളുണ്ട്, ബി എഡ് കഴിഞ്ഞ ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ ഉപകാരപ്രദമായിരിക്കും. കാരണം നിങ്ങൾക്കറിയാം, കേരളത്തിലെ അധ്യാപകനാവാൻ നിങ്ങൾക്ക് ബി എഡ് വേണം, അതോടൊപ്പം തന്നെ കേട്ടറ്റ് വേണം. അപ്പോൾ കേട്ടറ്റ് വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ്. ആ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ മാത്രമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക്
PSC വിളിക്കുമ്പോഴൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയും. മാത്രമല്ല സ്വകാര്യ മേഖലയിൽ എഡിറ്റ് മേഖലയിൽ ജോലി വേണമെങ്കിലും എന്ത് വേണം, അല്ലെ എംപ്ലോയ്മെൻ്റ് ആയിട്ട് ജോലി കിട്ടണമെങ്കിലും എന്ത് വേണം, കേട്ടറ്റ് വേണം. അപ്പോൾ കേട്ടറ്റ് വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ്. ആ പരീക്ഷ പാസ്സാകാൻ കേട്ടറ്റ് 3 പാസ്സാകുമ്പോൾ 30 മാർക്കിന് ഇംഗ്ലീഷിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ക്ലാസ് ഒരുക്കുന്നത്. അപ്പോൾ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. കഴിഞ്ഞ വളരെ ഉജ്ജ്വലമായ ട്രാക്ക് റെക്കോർഡുള്ള ഒരു ലേണിംഗ് ആപ്പാണ് പ്രബ്സ്കെ ലേണിംഗ് ആപ്പ്. ഒരുപാട് ആളുകളെ വിജയത്തിൻ്റെ സോപാനത്തെ എത്തിച്ച ഒരു ലേണിംഗ് ആപ്പാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കേഡറ്റ് 3യിൽ വിജയം ഉറപ്പുവരുത്താൻ ഞങ്ങളുടെ ക്ലാസ്സുമായി സഹകരിക്കുക. താഴെ കാണുന്ന ഞങ്ങളുടെ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ.